എന്താടോ നന്നാവാത്തെ? നിങ്ങൾ നന്നാവേ ഇല്ലേ? ഒരാൾ ഇത്തിരി നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നത് കാണുമ്പോഴോ അവർക്ക് നല്ല ഭാഗ്യങ്ങൾ വരുന്നത് കാണുമ്പോഴോ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ എനിക്കിപ്പോൾ ഒരു 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 വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് എൻ്റെ മകളായി ജനിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. നല്ല കുട്ടിയാണ്, ആ കുട്ടി പറയണത് കേൾക്കണം. നല്ല സമ്പാദ്യ ഗുണമുള്ള കുട്ടിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ജീവിതം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടെന്നറിയാം ഈ ഫീൽഡിലൊന്ന് കയറി പറ്റിയത്. അത് ആദ്യത്തെ ചരിത്രമൊന്നും ഞാൻ പറയണില്ല. അത്ര വിഷമിച്ച് ഒരു രാത്രി മുഴുവൻ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് ഒരുപാട് പൈസ വേണം, ഓട്ടോറിക്ഷയ്ക്ക് പൈസ വേണം, അല്ലെങ്കിൽ കാറിന് വേണം, വീട്ടിൽ എത്താനായിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ചാനലിലൊക്കെ വന്ന് നിൽക്കുക. അപ്പോൾ അവിടേക്ക് വണ്ടി ഉണ്ടാവില്ല നാട്ടിലേക്ക്. അപ്പോൾ എന്തുണ്ടാവും, അവിടെ ഇരിക്കും നേരം വെളുത്തിട്ട് ആ കാശിൽ നിന്ന് ഒരു കാലി ചായ പോലും ആ കുട്ടി കുടിക്കില്ല. ആ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കൂടെ അച്ഛൻ ഉണ്ടാവും, ചിലപ്പോൾ അമ്മയുണ്ടാവും, ഇവരെന്തുണ്ടാവും, ഒരു കാലി ചായ പോലും കുടിക്കില്ല. അവിടെ ഇരിക്കുക. ആ കിട്ടിയ കാശ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ചെലവ് ചെയ്യും. അച്ഛനെ അന്ന് ജോലിയില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടും സ്ട്രഗിൾ ചെയ്തിട്ടും ദൈവം അനുഗ്രഹിച്ചു കൊടുത്തുള്ളൊരു ഭാഗ്യമാണ്. അത് ഈ സോഷ്യൽ മീഡിയയ്ക്ക് തട്ടിക്കളയാനായിട്ട് ഒന്നും നടക്കില്ല. ഇപ്പോൾ നമ്മുടെ അനുമോള് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, സമ്പാദ്യത്തിൻ്റെ കാര്യങ്ങൾ. അതൊന്ന് കേൾക്കാം നമുക്ക്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. 10-25 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. കൊടുകൈ 25 സെന്റ് സിറ്റിയില്. പിന്നെ എത്ര ചോദിക്കില്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെ ചെയ്തു? പിന്നെ ഗോൾഡ് മേടിച്ചു വെച്ചു. പിന്നെ അത് ബാങ്കിൽ ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ കള്ളം. ഇപ്പൊ ഇത് കണ്ടിട്ട് ചിലപ്പോ കള്ളം വരെ കയറി വീട്ടില് കുത്തി തുറന്നിട്ട് കാര്യമില്ല, ബാങ്കിനകത്തായിരിക്കുന്നത്. പിന്നെ ഞാൻ ചേച്ചിക്ക് പണ്ടേ അറിയാലോ, ഞാൻ കാശൊന്നും കളയത്തില്ല, ഞാൻ എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന കാശ് കളയില്ല എന്നല്ല, ഈ ബിഗ് ബോസിൽ വിന്നർ ആയിട്ട് ഒരു ലഡു, ഒരു ജിലേബി ഇതുപോലും ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടില്ല. 50 പൈസയുടെ മിഠായി അതുപോലും മേടിച്ചു തന്നിട്ടില്ല. കാരണം കുട്ടി അത്ര മണി സേവിങ് ആയിട്ടുള്ള കുട്ടിയാ. ചേച്ചി കണ്ടില്ലായിരുന്നു, ചേച്ചി ബിസി അല്ലേ. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാനൊരു റിങ് മേടിച്ചു കൊടുത്തു ബർത്ത്ഡേക്ക്. അത് ഡിസംബറിലായിരുന്നു അച്ഛന്റെ ബർത്ത്ഡേ. പിന്നെ എന്റെ മാളൂന് പൈസയുടെ വില അറിയുന്നതാണ് ആ കുട്ടി. അനുമോള് പൈസ 1 രൂപയ്ക്ക് അതിൻ്റെ വില അറിയണതാ. അതറിഞ്ഞ് ഉയർന്നു വന്നുള്ള ഒരാളാണ്. ആ ആള് പൈസ ചെലവില്ല, ഒരു ലഡ്ഡു പോലും മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞേട്ടാ. അപ്പം അതുകൊണ്ടാണ് ഇത് കഷ്ടപ്പാടിനുള്ള ഒരു നിധി കൊടുത്തതാണ് ദൈവം. അത് തട്ടിത്തെറിപ്പിക്കാനും അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടി. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. കേരളമെന്നോ തമിഴ്നാടെന്നോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്നോ ഒന്നുമില്ല. നമ്മളെല്ലാം ഒരു അമ്മയുടെ മക്കളാണ്, ഇന്ത്യൻ മക്കളാണ് നമ്മളൊക്കെ ഒരു കൊടക്കീഴിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി കല്യാണം കഴിക്കാം. നമുക്ക് കല്യാണം കഴിക്കാൻ നമുക്ക് ചിലപ്പോൾ വിധിച്ചിട്ടുള്ളത് ചിലപ്പോൾ തമിഴ്നാട്ടിലാവും. അവിടെ നിന്ന് പോയി കഴിക്കണം. എന്തായാലും മലയാളികൾ കല്യാണം കഴിക്കാൻ നല്ലത കാര്യമാണ്. ഇവിടെ ഈ മലയാളികൾക്ക് കുശുമ്പും അസൂയും. ഒരാൾ നന്നാവണ് കണ്ടുകൂടാ. അവർ നന്നായി കഴിഞ്ഞ് എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ട് അവനെ നശിപ്പിക്കാനായിട്ടുള്ള വല്ല സ്വാമിമാരുണ്ടോ, അല്ലെങ്കിൽ വല്ല കൂടോത്രം ചെയ്യുന്നവരുണ്ടോ, അല്ലെങ്കിൽ വല്ല ജ്യോതിഷം നോക്കുന്നവരുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അവനാൻ്റെ കാര്യം നോക്കി അവനാന് നല്ലത് വരണമെന്ന് മാത്രം പ്രാർത്ഥിച്ച് നടന്നാൽ പോരെ. അന്യൻ്റെ ഒരു വലിയൊരു ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെട്ടാലും അഹങ്കാരപ്പെട്ടാലും അത് നമുക്ക് തന്നെ തിരിച്ചടിക്കുക. അതിൻ്റെ നെഗറ്റീവ് നമുക്ക് തന്നെ തിരിച്ചടിക്കും, നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ചോദിച്ച പോലെ, മോഹൻലാൽ ചോദിച്ച പോലെ ഇത് ഞാൻ പറയട്ടെ, എന്താടോ നന്നാവാത്ത? നിങ്ങളൊക്കെ ഇനി എന്നാ നന്നാവുക? കുറേ കമൻറ്റ് രോഗികളും കുറേ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അവർക്കൊക്കെ കണ്ടൻറ്റ്. ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ കണ്ടൻറ്റ് അത് മാത്രം, വേറെ ഒന്നുമില്ല. ആ ക്രാവിൻ്റെ നെഞ്ചത്തേക്ക് കയറുക, ആ ക്രാവിന് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക. പഴയ കാര്യങ്ങൾ എന്തൊട്ടെങ്കിലൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായാലും അതൊക്കെ പൊക്കി പിടിച്ച് കൊണ്ടുവരിക. നല്ല വശം ഒന്നും പറയില്ല. നല്ല വശം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടില്ലല്ലോ. നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. നമുക്കുള്ള വ്യൂസ് മതി. 10 വ്യൂസ് ആയാലും 15 പേര് കണ്ടാലും അത് മതി. 15 പേരെങ്കിലും അല്ല വേണ്ട, 2 പേരെങ്കിലും നമ്മൾക്ക് നല്ലത് പറയണത് കേൾക്കാണ്ടല്ലോ, സത്യം പറഞ്ഞ് കേൾക്കാണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ വല്ലതും പറയണം നാവുകൊണ്ട് നല്ലത് പറഞ്ഞു നോക്കിയേ. നമുക്കും നല്ലതുപോലെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നെഗറ്റീവ് പറയാണ്ടിരിക്കുക. മോശമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മോശം തന്നെ പറയും ചെയ്യാം നമുക്ക്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അത് നമ്മൾ ഒരാളും ശിക്ഷിക്കില്ല, ദൈവം ശിക്ഷിക്കില്ല, ഒരാളും ശിക്ഷിക്കില്ല. അപ്പോൾ നല്ലൊരു ഓണായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പിന്നെ
അനുവിൻ്റെ വീട്ടിലേക്ക് കള്ളന്മാരാരും പോണ്ടാട്ടാ. സ്വർണ്ണമൊന്നും അവിടെ ഇല്ല. അതൊക്കെ സേഫ് ആയിട്ട് ബാങ്കിലിരിക്കുന്നുണ്ട്.